എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കാറ്ററിംഗുകാർ ബിരിയാണിക്കൊപ്പം വിളമ്പുന്ന വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ബിരിയാണി അച്ചാറാണ്. ഈ ഒരു നാരങ്ങ അച്ചാറിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഉണ്ടാക്കിയാൽ ഉടൻ തന്നെ നമുക്കിത് കഴിച്ചു തുടങ്ങാവുന്നതാണ്. ഇനിയിപ്പോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്നു എന്ന് വിചാരിച്ചിട്ട് 6 മാസക്കാലത്തേക്ക് കേടാവാതെ തന്നെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്നതുമാണ്. അപ്പൊ നോക്കിയാലോ കാറ്ററിംഗുകാരുടെ ബിരിയാണി അച്ചാറിന്റെ രുചി രഹസ്യം എന്താണെന്ന് ഈ ഒരു വീഡിയോയിൽ കൂടെ നമുക്ക് കണ്ടു നോക്കാം. ഇനി നമുക്ക് ബിരിയാണി നാരങ്ങ അച്ചാർ തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ 1 കിലോ നാരങ്ങയാണ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ നാരങ്ങയിലെ വെള്ളമയമൊക്കെ ഒന്ന് തുടച്ചു മാറ്റണം. ഒരു തരി പോലും വെള്ളമയം ഇല്ലാതെ വേണം നമുക്ക് ഈ നാരങ്ങ ഒന്ന് തുടച്ചെടുക്കാനായിട്ടും. അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ നാരങ്ങ എല്ലാം ഞാനിവിടെ തുടച്ചു മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഓരോ നാരങ്ങയും 4ആയിട്ട് ഭാഗിച്ചിട്ടുണ്ട്. കൂടെ തന്നെ ഇതിന്റെ ഉള്ളിലെ കുരു കൂടെ നീക്കം ചെയ്തിട്ടുണ്ട്. കുരു കളയാതെ തന്നെ അച്ചാർ തയ്യാറാക്കുവാണെങ്കിൽ നാരങ്ങ അച്ചാറിന് നല്ല കയ്പായിരിക്കും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കല്ലുപ്പ് ചേർക്കാം. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിലും കുറച്ചായിട്ട് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നല്ലോണം തന്നെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൂടെ എടുക്കാം. നാരങ്ങ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഈത്തപ്പഴമാണ്. ഞാനിവിടെ ഒരു 300 ഗ്രാം അളവിലാണ് ഈത്തപ്പഴം എടുത്തിട്ടുള്ളത്. ഇനി ഈത്തപ്പഴത്തിന്റെ കുരുവെല്ലാം കളഞ്ഞതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നാരങ്ങയിലേക്ക് ചേർക്കാം. ഇനി ഇതിന്റെ കൂടെ തന്നെ ഒരു ബോൾ വെളുത്തുള്ളിയും കൂടി ചേർത്ത് ഇതെല്ലാം ഒന്ന് വേവിച്ചെടുക്കുന്നതിനായിട്ട് ഒരു കുക്കറിലേക്കാണ് മാറ്റേണ്ടതും. കുക്കറിലും ഒരു തുള്ളി പോലും വെള്ളമില്ലാതെ വേണം എടുക്കാനായിട്ടും. ഇനി ഇതിലേക്ക് 1/4 കപ്പ് അളവില് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുത്ത് കുക്കർ മൂടി നമുക്കൊരു 2 വിസിൽ വരുന്നത് വരെയും വേവിച്ചെടുക്കാം. 2 വിസിലിന് ശേഷം കുക്കറിന്റെ എയർ എല്ലാം പോയി വന്നപ്പോൾ മൂടി ഒന്ന് തുറന്നു നോക്കുവാണ്. ഇപ്പോൾ നമ്മുടെ നാരങ്ങ നല്ലവണ്ണം തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നാരങ്ങ നല്ലവണ്ണം തന്നെ ഒന്ന് ഇളക്കിയും കൂടെ യോജിപ്പിച്ച് വെക്കാം. ഈത്തപ്പഴം വെന്തുടഞ്ഞിട്ടുണ്ട്. അതുപോലെ നാരങ്ങയും നല്ലോണം തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെയാണ് നാരങ്ങ വെന്ത് കിട്ടേണ്ടതും. ഇനി നമുക്ക് ഉടൻ തന്നെ അച്ചാറിന് ആവശ്യമായ മറ്റുള്ള ചേരുവകളൊക്കെ ഒന്ന് എടുത്ത് വെക്കാം. ഞാനിവിടെ 2 സ്പൂൺ അളവില് കടുകും 2 സ്പൂൺ അളവിൽ തന്നെ ഉലുവയും ഒരു കട്ട കായം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൂടെ വെച്ചിരിക്കുവാണ്. ഇനി ഇതെല്ലാം നമുക്കൊന്ന് വറുത്തെടുക്കണം. ഇതിനായിട്ടൊരു ചൂടായ പാനിലേക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ചേർത്തൊന്ന് വറുത്തെടുക്കുവാണ്. വറുത്തെടുക്കുന്ന ചേരുവകളൊക്കെ ഒന്ന് പൊട്ടി വരണം. അതുവരെയാണ് നമുക്ക് വറുത്തെടുക്കേണ്ടതും. ഇതൊക്കെ നല്ലതുപോലെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം അച്ചാർ തയ്യാറാക്കാനുള്ള ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പാൻ ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു 100 ഗ്രാം അളവില് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നല്ലെണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം 1 ടീസ്പൂൺ അളവില് കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് മറ്റുള്ള ചേരുവകൾ കൂടി ചേർക്കണം. 3 പച്ചമുളക് കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ 2 തണ്ട് കറിവേപ്പിലയും 4 വറ്റൽമുളക് കട്ട് ചെയ്തത് കൂടിയാണ് ചേർക്കുന്നത്. ഇതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയും കൂടി എടുക്കാം. താളിപ്പൊക്കെ മുരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളും കൂടി ചേർക്കണം. ഞാനിവിടെ 2 സ്പൂൺ അളവില് കാശ്മീരി മുളക് പൊടിയും 1 സ്പൂൺ അളവില് എരിവെള്ള മുളക് പൊടിയും 1 നുള്ളു മഞ്ഞൾപ്പൊടിയുമാണ് ചേർത്തിട്ടുള്ളത്. പൊടികൾ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞു വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നാരങ്ങയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പൊടികളൊന്നും കരിയാതിരിക്കാനും വേണ്ടിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടാണ് ഞാനിതിലേക്ക് നാരങ്ങ ചേർത്തിട്ടുള്ളതും. ഇനി ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നല്ലോണം തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ഈ ഒരു നാരങ്ങ അച്ചാറിന് അധികം എരിവൊന്നും ഉണ്ടാവില്ല. നാരങ്ങ വേവിച്ചെടുത്തിട്ടുള്ള കുക്കറിലേക്ക് 1 സ്പൂൺ വിനാഗിരി ചേർത്തൊന്ന് ഇതിലേക്ക് തന്നെ ഒഴിച്ചിട്ടുണ്ട്. കൂടെ തന്നെ 1/4 കപ്പ് അളവിൽ കൂടെ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പഞ്ചസാരയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ വീണ്ടും ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കഴിഞ്ഞാൽ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള നാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ബിരിയാണി അച്ചാർ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് തിളച്ച് വരണം. അതുവരെയാണ് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കേണ്ടതും. ഈ ഒരു സമയത്ത് അച്ചാറിന് ഉപ്പ് പോരായ്മ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ചേർക്കാവുന്നതുമാണ്. ഒന്നുകൂടി കൂട്ടി ഇളക്കി യോജിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി അച്ചാർ ഇവിടെ റെഡിയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ചേരുവകൾ ഒന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുക്കുന്നതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അഗാരോന്റെ ബ്ലെൻഡർ ജാറാണ്. ഞാനിവിടെ കുറച്ച് കൂടുതൽ അളവിലാണ് മസാലകൾ എടുത്തിട്ടുള്ളത്. 1 സ്പൂൺ പൊടിയുടെ ആവശ്യമുള്ളൂ. എങ്കിലും ഒരു ജാറിൽ നമുക്ക് പൊടിച്ചു കഴിഞ്ഞാൽ ഇതിൽ തന്നെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കുന്നതുമാണ്. ഇനിയിപ്പോൾ ജാർ അടച്ചതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചുകൂടി എടുക്കാം. അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പൊടിച്ചെടുക്കാൻ ഇവിടെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ബ്ലെൻഡർ വാങ്ങാനായിട്ട് താല്പര്യമാണെങ്കിൽ ഇതിന്റെ ലിങ്ക് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം. ടാഗിലൂടെയാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ ടാഗിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ അച്ചാറിന്റെ മസാലകളെല്ലാം നല്ല ക്ലീൻ ആയിട്ട് തന്നെ ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി പൊടിച്ചെടുത്ത പൊടി 1 സ്പൂൺ അളവിൽ നമ്മുടെ അച്ചാറിലേക്ക് ചേർത്ത് ഒന്നുകൂടി ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള ബിരിയാണി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ബിരിയാണി അച്ചാർ കാറ്ററിംഗുകാർ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പാചക രീതിയാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ഉണ്ടാക്കിയാൽ ഉടൻ തന്നെ കഴിച്ചു തുടങ്ങാൻ പറ്റിയ അച്ചാർ എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടും. ഇനിയിപ്പോൾ ഇതിന്റെ ചൂടാറിയിട്ട് നമുക്ക് മറ്റൊരു സെർവിംഗ് ബൗളിലേക്ക് കൂടെ മാറ്റാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ പ്രയോജനകരമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ആയിട്ട് നാളെ കാണാം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാത്തിരിക്കുക.